ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. അതിലെ വിശേഷങ്ങളുമായി വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം. തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന മണ്ഡലങ്ങളിൽ പരമാവധി സീറ്റ് നേടി ഇത്തവണ ഇടതുപക്ഷത്തിന് മേൽക്കൈ കൊണ്ടുവരാനാണ് CPM ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ സിറ്റിംഗ് MLA ആയ ആരിഫിനെ മത്സരിപ്പിക്കാൻ LDF തീരുമാനമെടുത്തത്. KC വേണുഗോപാൽ ഇത്തവണയും ആലപ്പുഴ മത്സരിക്കണം എന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഭാരിച്ച സംഘടനാ ചുമതല ഉള്ളതുകൊണ്ടാണ് താൻ മത്സരരംഗത്തു നിന്നും മാറി നിൽക്കുന്നത് എന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കിയതോടെയാണ് ഷാനിമോൾ ഉസ്മാന് ആലപ്പുഴയിൽ മത്സരിക്കാൻ കളമൊരുങ്ങിയത്. വിപ്ലവം വിളഞ്ഞ മണ്ണാണ് ആലപ്പുഴ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്ന് ശക്തി ആർജിച്ചതും ആലപ്പുഴയിൽ നിന്ന് തന്നെ. പക്ഷേ മണ്ഡലം രൂപം കൊണ്ട ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും ആലപ്പുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിലെ KC വേണുഗോപാലായിരുന്നു എന്നത് എപ്പോഴും ആലപ്പുഴ ഇടത്തോട്ട് ചാഞ്ഞിരുന്നില്ല എന്നതിന് തെളിവാകുന്നു. ഇത്തവണയും KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നുവെങ്കിലും കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള നേതാവായതിനാൽ മത്സരത്തിനില്ലെന്ന് KC വേണുഗോപാൽ തറപ്പിച്ച് പറഞ്ഞതോടെയാണ് ഷാനിമോൾ ഉസ്മാൻ സ്ഥാനാർത്ഥിയായത്. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ പൊതുപ്രവർത്തക എന്ന നിലയിൽ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. AICC അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വനിത, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്നീ പദവികളും ഷാനിമോൾ ഉസ്മാൻ വഹിച്ചിട്ടുണ്ട്. ഷാനിമോളുടെ സ്ഥാനാർത്ഥിത്വം സ്ത്രീകൾക്ക് ആവേശം പകരും എന്ന വിശ്വാസവും കോൺഗ്രസിനുണ്ട്. പ്രളയാനന്തര കേരള നിർമ്മാണത്തിൽ സർക്കാരിന്റെ വീഴ്ച, സ്ത്രീ സുരക്ഷിതത്വത്തിലെ പരാജയം, കൊലപാതക രാഷ്ട്രീയം എന്നിവയൊക്കെ UDF പ്രചരണ വിഷയമാക്കുന്നുണ്ട്. ഇതോടൊപ്പം KC വേണുഗോപാൽ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ടെന്നും UDF വാദിക്കുന്നു. ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ്. ഈ സീറ്റ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നിലനിർത്തും. അനുകൂല ഘടകം എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയം തന്നെ കേരളത്തിലെ എല്ലാ സീറ്റുകൾക്കും അനുകൂല ഘടകമാണ്. ദേശീയ തലത്തിലുള്ള ഇന്ന് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് വർഗീയത മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണ്. മതേതര ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാവണം എന്നുള്ള ശക്തമായ ഒരു നിർബന്ധം ആലപ്പുഴ ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ അക്രമ രാഷ്ട്രീയം, പ്രളയ ദുരിതം ബാധിച്ച ആളുകൾക്ക് പോലും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ അവർക്ക് സഹായം കൊടുക്കാത്ത ഗവൺമെൻറ്, കൊലപാതക രാഷ്ട്രീയത്തിൽ CPM പോലെ LDF ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ പ്രതിസ്ഥാനത്ത് വരുന്നതിൽ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഈ മണ്ഡലത്തെ ശ്രീ KC വേണുഗോപാൽ MP എന്നുള്ള നിലയിൽ 10 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ കൊണ്ടു നടന്നു. അദ്ദേഹത്തെ അതുപോലെ തന്നെ ആലപ്പുഴ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ KC വേണുഗോപാലിനെ കൈവെള്ളയിൽ കൊണ്ടു നടന്നു. അതായത് പൂർണ്ണമായ തൃപ്തിയാണ് കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനത്തിൽ. ഈ 3 ഘടകങ്ങളും എന്നെ സംബന്ധിച്ച് വിജയം ഉറപ്പിക്കുന്നതാണ്. KC വേണുഗോപാൽ കൃത്യമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ട് പിന്തുടരും. അതോടൊപ്പം കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ, പുത്തൻ ആവശ്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള, ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി, ലോകത്തെ തന്നെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി ആലപ്പുഴയെ മാറ്റി റെയിൽവേ വികസനം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത നമ്മുടെ വ്യവസായ മേഖലയെ പരിപോഷിപ്പിക്കുന്ന അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ വിജയിച്ചു കഴിഞ്ഞ് അത് ആലോചിച്ച് കൂടിയാലോചനകളിലൂടെ നടപ്പിലാക്കും. MLA ആയിരിക്കുമ്പോഴാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേ തന്ത്രമാണ് ഇത്തവണ LDF പരീക്ഷിക്കുന്നത്. അരൂരിൽ നിന്നും 3 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട AM ആരിഫിനെയാണ് CPM ലോക്സഭയിലേക്ക് പരീക്ഷിക്കുന്നത്. തോമസ് ഐസക്കും G സുധാകരനും P തിലോത്തമനും അടക്കമുള്ള സംസ്ഥാന മന്ത്രിസഭയിലെ തലയെടുപ്പുള്ള നേതാക്കളുടെ മണ്ഡലമായതുകൊണ്ട് തന്നെ ആലപ്പുഴ LDFന് അഭിമാന പ്രശ്നമാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജയിച്ച ഹരിപ്പാട് ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷമാണ് ജയിച്ചത് എന്ന കണക്കും LDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് AM ആരിഫിലൂടെ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉറപ്പിക്കാനുള്ള അവസരമാണ് ഇത് എന്നും ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നു. KC വേണുഗോപാലിനെ നേരിടാൻ തക്ക കരുത്തുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചപ്പോൾ ഷാനിമോൾ ഉസ്മാനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്നും ഇടതുമുന്നണി വിലയിരുത്തുന്നു. ആലപ്പുഴ കഴിഞ്ഞ
10 വർഷക്കാലമായി നല്ല വികസന മുരടിപ്പിലാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം. നമുക്ക് 87 തുടങ്ങിയ ബൈപ്പാസ് ഇപ്പോഴും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. റെയിൽവേയുടെ അനുവാദമൊക്കെ നേരത്തെ വാങ്ങിച്ചെടുക്കാൻ ആലപ്പുഴ MP കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു 5 കൊല്ലം മുമ്പെങ്കിലും 5 കൊല്ലം മുതൽ 10 കൊല്ലം മുമ്പെങ്കിലും സാധ്യമാകുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞില്ല. ഒന്നൊരു ശബരിമല സ്ത്രീ പ്രവേശനം ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. കാര്യം വെച്ചാൽ സുപ്രീം കോടതി വിധി വരുന്നവരെ 3 LDF ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിരുന്നു. അവരാരും ഒരാളെ പോലും കയറ്റാൻ വേണ്ടി ശ്രമിച്ചില്ല. ഹൈക്കോടതിയുടെ വിധിക്കെതിരായി അപ്പീൽ കൊടുക്കാൻ പോയില്ല. ശബരിമല വിധി വന്നതിന് ശേഷം ഒരാൾ പോലും നിങ്ങളവിടെ വരണമെന്ന് ഭരണാധികാരികളോ ഭരണത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരും പറഞ്ഞിട്ടില്ല. വന്നാൽ സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. അത് കൊടുക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ അതിനപ്പുറമായി ഒരാളെ പോലും അവിടെ കയറ്റാനുള്ള ഒരു ഇടപെടലും നടത്തിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഇടതുപക്ഷ അനുഭാവികളായ സ്ത്രീകൾ SFIക്കാരും AYFകാരും DYFകാരും എല്ലാം ഇല്ലേ വരാൻ പറഞ്ഞാൽ പോരെ. ലക്ഷക്കണക്കിന് അവിടെ എത്തത്തില്ല. നാളെ നേരം വിളിക്കുമ്പോൾ എത്തത്തില്ല. കോടതി നടപ്പിലാക്കാൻ ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. അത് നടപ്പാക്കിയിട്ട് ഗവൺമെൻറ് പിരിച്ചു കൊടുത്തില്ലേ. അപ്പോൾ അത് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. നമ്മൾ സുവർണാവസരം വിനിയോഗിക്കണമെന്നുള്ള ശ്രീധരൻപിള്ളയുടെ പ്രസംഗം കൂടി വന്നതോടുകൂടി എല്ലാവർക്കും ആളുകൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായി. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങേറ്റ ഹീനമാണ്. അത് പ്രചരണായുധമാക്കാൻ ചില മാധ്യമങ്ങളെല്ലാം കൂടി സംഘടിതമായി UDF സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഞങ്ങൾ ആദ്യം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഫീസിനകത്ത് വെച്ചാണല്ലോ രാധ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടിട്ട്, എന്നിട്ട് ചാക്കി കെട്ടിയാണല്ലോ ആഫീസിൽ വെച്ചത്. പിന്നാണല്ലോ എടുത്ത് വെള്ളത്തിലിട്ടത്. ആര്യാടൻ മുഹമ്മദിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ 2 പേര് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് അകത്ത് കിടക്കുകയാണ്. വളരെ സമാധാനപ്രിയരാണ് 2 പേര് കിടക്കുന്നത്. പിന്നെ ഈ കാസർഗോഡാണല്ലോ ചീമേനിയിൽ 5 പേരെ പാർട്ടി ഓഫീസിനകത്ത് ഇട്ട് ചുട്ടുകരിച്ച് കോൺഗ്രസ്സുകാർ കൊന്നത്. ഇതൊക്കെ ആളുകൾ മറക്കത്തൊന്നുമില്ല. 3 കോൺഗ്രസ്സുകാരെ തന്നെ വെട്ടിക്കൊന്നു. എനിക്ക് നിയമസഭയിൽ രേഖാമൂലമാണ് രമേശ് ചെന്നിത്തല മറുപടി തന്നത്. കൊന്നതും കോൺഗ്രസ്, ചത്തതും കോൺഗ്രസ്. ഞാൻ പറഞ്ഞില്ല, അരൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി പ്രവർത്തിക്കുമെന്നാണ് ഞാൻ കൊടുത്ത വാക്ക്. അതനുസരിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പ്ലാനിംഗ് ബോർഡ് മെമ്പർമാർ, മന്ത്രിമാർ എല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തിയാണ് ഞാൻ പ്ലാൻ ഉണ്ടാക്കിയത്. ആ പ്ലാൻ അനുസരിച്ചാണ് വ്യത്യസ്തങ്ങളായ ഒരു മണ്ഡലത്തിൽ നടക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത്. അത് തീർച്ചയായും അതേ മാതൃകയിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂറിസം, അതുപോലെ വ്യവസായം, കൃഷി, അതുപോലെ പശ്ചാത്തല വികസനം തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസം, ആരോഗ്യരംഗം, ഇതിനൊക്കെ ഏതെല്ലാം രൂപത്തിലാണ് ഇടപെടേണ്ടത് എന്ന് സംബന്ധിച്ചൊരു സമഗ്രമായ ചർച്ചയിൽ രൂപം കൊടുക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. അരൂരിൻ്റെ ഐശ്വര്യം എന്നതാണ് ആ മാസ്റ്റർ പ്ലാനിൻ്റെ പേര്. അത് ആലപ്പുഴ ഐശ്വര്യം എന്ന നിലയിലേക്ക് ആ മാസ്റ്റർ പ്ലാനിൻ്റെ പേര് മാറ്റി ആ രൂപത്തിൽ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിൻ്റെ ആശയങ്ങളോട് ഏറ്റവും അടുത്ത് നിന്ന ആളാണ് KS രാധാകൃഷ്ണൻ. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം PSCയുടെ ചെയർമാനായതും. കോൺഗ്രസിനോടുള്ള അടുപ്പം അവസാനിപ്പിച്ച് BDJS അടുത്തിടെ ചേർന്ന KS രാധാകൃഷ്ണനെയാണ് BDJS ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. കോൺഗ്രസിനോടുള്ള അനുഭാവം ഉപേക്ഷിച്ച് BJPയിലേക്ക് അടുത്തിടെ ചേക്കേറിയ KS രാധാകൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥി. നേരത്തെ NDAയ്ക്ക് വേണ്ടി ആലപ്പുഴയിൽ മത്സരിച്ചിരുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. ഇത്തവണ KS രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് താമര ചിഹ്നത്തിലാണെന്ന ആനുകൂല്യവും BJPക്കുണ്ട്. PSC ചെയർമാൻ, കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ, എഴുത്തുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിൽ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ എന്നതൊക്കെയാണ് KS രാധാകൃഷ്ണന്റെ പ്രത്യേകത. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മണ്ഡലമാണെങ്കിലും സാമുദായികമായുള്ള അടിയൊഴുക്കുകൾ ചിലപ്പോഴെങ്കിലും ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിച്ചിട്ടുണ്ട് എന്ന ചരിത്രം ഇത്തവണ അനുകൂലമാകുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് BJPക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് 3 മുന്നണികൾക്കും നിർണായകമാണ്. NSS നിലപാടും ചിലയിടങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയേക്കാം. എൻ്റെ ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രവർത്തന കാലം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ഉള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ചെറിയ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അന്നിവിടെ, റാഡിക്കൽ, അത് പരിവർത്തനവാദി, കോൺഗ്രസ് പരിവർത്തനവാദികൾ. ഞാൻ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിച്ച് അതിൻ്റെ ഇതുണ്ട്. അതിനുശേഷം പിന്നെ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടിയപ്പോഴാണ് ഞാൻ സജീവ രാഷ്ട്രീയം വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഞാൻ എന്നും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്. രാഷ്ട്രീയം വളരെ സജീവമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ്. ആലപ്പുഴയുടെ അടിസ്ഥാന സാമ്പത്തിക സ്രോതസ്സുകൾ അവഗണിക്കപ്പെട്ടു. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലും തെങ്ങും മീനും അവഗണിക്കപ്പെട്ട ആ മേഖല. ആ മേഖലയിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ ജീവിതം എന്ത് എന്നിവരാരും അന്വേഷിക്കുന്നില്ല.
കയറിന് മെക്കനൈസേഷൻ വേണം, അത് വേണമെന്ന് പറയുമ്പോൾ പരമ്പരാഗതമായിട്ട് ആ തൊഴിലിലേർപ്പെട്ട് ആ സ്കില്ല് സ്വായത്തമാക്കിയവർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്കൊരു സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ വേണ്ടേ വികസനം? അങ്ങനൊരു വികസനം ഇവിടെ വന്നിട്ടില്ല. രണ്ട് വിശ്വാസം ഒരു അടിസ്ഥാന പ്രശ്നം തന്നെയാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? മനുഷ്യർ ജീവിക്കുന്ന യുക്തി കൊണ്ട് മാത്രമല്ലല്ലോ. യുക്തി കൊണ്ട് മാത്രം ജീവിച്ച് തീർക്കാവുന്ന ഒന്നല്ല ഒരു മനുഷ്യൻ്റെയും ജീവിതം. യുക്തിക്ക് അതീതമായി പോകുന്ന ഒരുപാട് അനുഭവ മേഖലകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യൻ്റെ ജീവിതം. ആ യുക്തി അതീതം എന്ന് വെച്ചാൽ യുക്തിക്കും അപ്പുറത്തേക്ക് പോകുന്ന അനുഭവ മേഖലയുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യൻ്റെ ദൈവവിശ്വാസം ഇരിക്കുന്നത്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കോടതിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? പരമ്പരാഗത വിശ്വാസം എന്നുള്ളത് നിങ്ങളുടെ ഒരു അന്ധവിശ്വാസം എന്നേ ഞാൻ പറയൂ. ആളുകൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരും മാറ്റം ഉൾക്കൊള്ളുന്നവരുമാണ്. വോട്ട് ചെയ്യുന്നവർ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവർ പണ്ട് വോട്ട് ചെയ്തു എന്ന് കരുതിയിട്ട് അവർ സ്ഥിരമായിട്ട് ആ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. അവരങ്ങനെ വോട്ട് ചെയ്യില്ല.